ഡൈനിങ്ങിൽ മെയിനായിട്ട് രണ്ട് മെറ്റീരിയലാണ് ടോപ്പ് വരുന്നത്. അതിലൊന്ന് ഒണിക്സും ഒന്ന് സെറാമിക്കുമാണ്. സെറാമിക് എന്ന് പറയുന്നത് ടൈൽ തന്നെയാണ്. ടൈല് വിട്രിഫൈഡ് ടൈല്, കൂടിയ ടൈല് 6x4 8x4 സ്ലാബിൽ നിന്ന് കട്ട് ചെയ്യുന്നതാണ് സെറാമിക്. സെറാമിക് ഇതാണ് മെറ്റീരിയൽ. ഒണിക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഒണിക്സ് ലൈറ്റ് പാസ് ചെയ്യുന്ന മാർക്കറ്റിലുള്ള ഏറ്റവും പ്രീമിയം മെറ്റീരിയലാണ്. ഇങ്ങനെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രെയിൻസ് മുകളിലേക്ക് പാസ്സാവും. സെറാമിക് അങ്ങനെ പാസ്സാവില്ല. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ള മെറ്റീരിയൽ ഏതാണ് കസ്റ്റമർ ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. ഞാൻ വെറുതെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ആർട്ടിഫിഷ്യലാണ്. ഒണിക്സ് ആണെങ്കിലും സെറാമിക് ആണെങ്കിലും ആർട്ടിഫിഷ്യലാണ്. നാച്ചുറലിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നാച്ചുറൽ കറിയോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ക്ലീൻ ആക്കിയാൽ പോവില്ല, കറ അടുത്ത് തന്നെ പിടിക്കും. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ മാത്രമേ ടേബിൾ ടോപ്പ് പർപ്പസിന് യൂസ് ചെയ്യുള്ളൂ. ഏത് അത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. അത് ആർട്ടിഫിഷ്യലാണ്. ഇതും ആർട്ടിഫിഷ്യൽ. ഇത് ഇൻഡോ ഇറ്റാലി എന്ന് പറയുന്ന പുതിയ മെറ്റീരിയലാണ്. ഇത് പക്ഷെ അത്ര പോരാ, അതുകൊണ്ട് അധികം ഫോക്കസ് ചെയ്യുന്നില്ല. അത് സെറാമിക്കാണ്. ബെഡ്റൂമിൽ മെയിനായിട്ട് 2-3 മെറ്റീരിയലുള്ളത്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പാർട്ടിക്കിൾ ബോർഡാണ്. ഇതിന് 18 മാസം വാറണ്ടി വരുന്നത്. പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്നത് വുഡിൻ്റെ പാർട്ടിക്കിൾ, ചെറിയ ചെറിയ പാർട്ടിക്കിളുകൾ പിന്നെ ഒരു ബോർഡ് രൂപത്തിൽ പ്രീ ലാമിനേറ്റ് ചെയ്ത് ചെയ്യുന്ന സാധനമാണ് പാർട്ടിക്കിൾ ബോർഡ്. അതിൻ്റെ ഈ സൈഡിൽ ചെയ്യുന്ന സാധനത്തിനാണ് എഡ്ജ് ബാൻഡ് എന്ന് പറയുക. ഇത് 2mm 0.5 ചെയ്യും. നമ്മൾ കൂടുതലും ചെയ്യൽ 2mm ആണ്. 2mm ആണ് പ്രീമിയം സാധനം. 0.5 എന്ന് പറയുന്നത് കൈമുട്ടിയാലും മുറിയുന്ന ഒരു ടൈപ്പ് സാധനമാണ്. അപ്പോൾ കസ്റ്റമർക്ക് മെയിൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പുറത്തുണ്ടാവുക കൂടുതലും 0.5 ആണ്. അത് ഹെൽത്തിന് നല്ലതല്ല. 2mm നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നവരാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് രണ്ട് ഡുവൽ കളറിൽ ചെയ്യുന്നതാണ്. സൈഡിലും പാർട്ടിക്കിൾ ബോർഡിന്, ഫ്രണ്ടിലും പാർട്ടിക്കിൾ ബോർഡിന്. പിന്നെ അതിൻ്റെ തന്നെ UV ബോർഡ് ഉണ്ട്. UV ബോർഡ് എന്ന് പറയുന്ന ഈ സാധനം കുറച്ച് ഹൈ ഗ്ലോസി ആയിരിക്കും. അത് കുറച്ചും കൂടെ നല്ല സാധനമാണ്. ഇതിൻ്റെ സൈഡിൽ ഇതേ പാർട്ടിക്കിൾ ബോർഡ് തന്നെ ഉണ്ടാവുക. ഡോറ് UVയും കൊടുക്കും. അതിൽ ഈ നടുക്ക് കൊടുക്കുന്നത് ഗ്ലാസ് ഡോറാണ്. അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഫ്രെയിം ചെയ്തിട്ട് ഗ്ലാസ് ഡോർ കൊടുത്തത്. അതിലൂടെ നടുക്ക് ലൈറ്റും കൊടുക്കും. ഇത് കുറച്ച് പ്രീമിയം ലെവലിൽ വരുന്നതാണ്. ഇതിൽ തന്നെ അതിനേക്കാളും പ്രീമിയം പേപ്പറാണ് ഇതിന് യൂസ് ചെയ്യുക. ഇത് പ്രീമിയം സെറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഗ്രെയിൻസ് വരുന്ന സാധനത്തിന് ഇതേപോലത്തെ കട്ടിലെല്ലാം റെക്സിനിൽ ചെയ്തതാണ്. റെക്സിനിൽ ഇതിൻ്റെ ഉള്ളിൽ അക്കേഷ്യ വുഡും പ്ലൈവുഡാണ് വരിക. ബാക്കി ഫുള്ള് റെക്സിനും. അതേ സാധനം തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിലിവിടെ റെക്രോൺ ഫില്ലിങ് കൊടുക്കും. ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ കസ്റ്റമർ യൂസ് ചെയ്യുമ്പം ബാക്കിൽ വേറെ പില്ലോ വെക്കേണ്ട ആവശ്യമില്ല. സോഫയ്ക്ക് കൊടുക്കുന്ന അതേ റെക്രോൺ ഫില്ലിങ് കൊടുത്തുകൊണ്ട് തന്നെ ചാരി ഇരുന്ന് TV കാണാനോ മൊബൈൽ നോക്കാനോ ഒക്കെ കംഫർട്ടബിൾ ആയിരിക്കും. അത് അല്ല